അല്ല, ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു ചർച്ച നടന്നു വന്നു. അതിൻ്റെ വാസ്തവം അത്രയും കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ ചാനലിൽ കണ്ടു. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലയിലും കണ്ടു. മുസ്ലിം ലീഗിനെ പൊതുവായിട്ട് പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിൻ്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ടെങ്കിൽ സ്വാഗതാർഹം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതുനയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതതിൻ്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പോൾ നമുക്കതിനനുസരിച്ച് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മളാരും വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിൻ്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷേ ലീഗിൻ്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അതറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് പറഞ്ഞില്ല. ഏതായാലും ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനൊരു സമീപനം വലിയ വാർത്ത വന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമാണ്. ഞങ്ങളതിനെ നല്ല നിലയിലാണ് സ്വാഗതം ചെയ്യുന്നത്. അതെ ഞാൻ പറഞ്ഞു. അതെ ഞാൻ അത് കൂട്ടിയാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. ഞാൻ അതും കൂട്ടിയാണ് പറഞ്ഞത്. അത് ഞാൻ കണ്ടു പോയി. അത് നോക്കാം. അതിപ്പോൾ ഏതായാലും മണിക്കൂർ കഴിഞ്ഞിട്ട് റിയൽ ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നല്ലത് തന്നെ എന്ന് പറയാം. അതായത് നമുക്ക് എക്സിസ്റ്റ് പോളുകൾ അങ്ങോട്ട് വരാം മാറി വരാം പറയുന്നത് തന്നെ അതായിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതായിരുന്നാലും റിയൽ വോട്ടിങ്ങിൻ്റെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പോകല്ലേ. ഇല്ല അതിപ്പോൾ തങ്ങൾ തന്നെ പ്രസ്താവനകൾ കണ്ടല്ലോ. അതിപ്പോൾ ആ ലെവലിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മളെ ലെവലിൽ അത് ഡിസ്കഷൻ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എണ്ണതൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന വാർത്തകളൊക്കെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു സംഗതിയിലേക്ക് നമ്മളെ പാർട്ടി ലെവലിലുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. നോക്കാം, ലേറ്റസ്റ്റ് എന്താണ് വരാൻ പോകുന്നത് നോക്കാം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ സങ്കല്പിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന അർത്ഥമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് പാർട്ടി പ്രസിഡന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളെപ്പോലുള്ള ആളതിൽ അടുത്ത് കയറിയിട്ട് അഭിപ്രായം പറയുന്നതിൽ അസാംഗത്യം ഉണ്ട്. ആണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ്. അറിയില്ല, അതൊക്കെ ഓരോ വ്യക്തികൾക്ക് അവരേത് കോൺടെസ്റ്റാണ് പറഞ്ഞത് എന്നൊക്കെ അറിയാം. നമ്മളിപ്പോൾ ആ പറഞ്ഞതിൻ്റെ പുറത്ത് റിയാക്ട് ചെയ്യേണ്ട ഒരു സംഗതി. വന്നോട്ടെ, നല്ലൊരു പാർട്ടിയല്ലേ. ഒരു പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്ന കാര്യം, നമ്മളങ്ങനെ ഒരു എന്തായാലും അങ്ങനെ വരാൻ പറ്റില്ല എന്ന സമീപനമല്ല. വരികയാണെങ്കിൽ നല്ലത്.